ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. അഷ്ടമുടിക്കായലിൽ നടന്ന പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയിൽ വിയ്യപുരം ചുണ്ടൻ ജേതാവായി. 4ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമനായി. അത്യന്തം ആവേശകരമായ മത്സരത്തിൽ 3 മിനിറ്റ് 53 സെക്കൻഡ് 85 മൈക്രോ സെക്കൻഡിൽ 1100 മീറ്റർ തുഴഞ്ഞെത്തിയാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ പ്രസിഡന്റ്സ് ട്രോഫി നേടിയത്. 1 സെക്കൻഡ് 25 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് കാരിച്ചാലിന് പ്രസിഡന്റ്സ് ട്രോഫി നഷ്ടമായത്. എങ്കിലും ഇത്തവണത്തെ CBL പോയിന്റ് നിലയിൽ ഒന്നാമതെത്തിയ പള്ളാതുരുത്തി ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ CBL ചാമ്പ്യനായി. ഈ സീസണിലെ 6 മത്സരങ്ങളിലായി 58 പോയിന്റാണ് കാരിച്ചാൽ നേടിയത്. CBL ട്രോഫിയും 25 ലക്ഷം രൂപയും കാരിച്ചാൽ ക്യാപ്റ്റൻ ഏറ്റുവാങ്ങി. 57 പോയിന്റ് നേടിയ വിയ്യപുരം ചുണ്ടൻ CBLൽ രണ്ടാമനായി. തങ്കശ്ശേരി കോസ്റ്റൽ യങ്മെൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പുതുവർഷ വിളംബര ഘോഷയാത്ര തീരമേഖലയ്ക്ക് ആവേശമായി. തങ്കശ്ശേരി കാർണിവൽ എന്ന പേരിൽ 15 വർഷമായി നടക്കാറുള്ള പുതുവർഷ വിളംബര ഘോഷയാത്ര തീരമേഖലയ്ക്ക് പുതുവർഷ ഉത്സവമാണ്. പുതുവർഷ സായന്തനത്തിൽ നടന്ന ഘോഷയാത്രയിൽ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ അണിനിരന്നു. വിവിധ സംസ്ഥാനങ്ങളുടെ തനത് നൃത്തരൂപങ്ങൾ, ഗ്രീക്ക് ദേവഗണങ്ങളായി വേഷമിട്ടവർ, ബാൻഡ് മേളം, ചെണ്ടമേളം തുടങ്ങിയവ ഘോഷയാത്രയുടെ ഭാഗമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ആവിഷ്കാരം ശ്രദ്ധേയമായി. പോർച്ചുഗീസ്, ഡച്ച് അധിനിവേശത്തിലായിരുന്ന തങ്കശ്ശേരിയുടെ മണ്ണിൽ ഗ്രീക്ക് ദേവഗണങ്ങൾ ഇറങ്ങി പുതുവർഷാശംസ നേർന്നത് കൗതുക കാഴ്ചയായി. ഗ്രീക്ക് ദേവതകൾക്ക് ഹസ്തദാനം ചെയ്യാനും ഒപ്പം നിന്ന് സെൽഫി എടുക്കാനും കാണികൾ ഉത്സാഹിച്ചു. വീടുകളിൽ കിടപ്പിലായ രോഗികൾക്കായി ആവിഷ്കരിച്ച മേഘസ്പർശം ഇ-സഞ്ജീവനി ടെലിമെഡിസിൻ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാ ഭരണകൂടം, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ, ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേഘസ്പർശം യാഥാർത്ഥ്യമാകുന്നത്. ദീർഘനാളായി കിടപ്പിലായവരിൽ ഡോക്ടർമാരുടെ സേവനം ആവശ്യമുള്ളവരെ കണ്ടെത്തി ഇ-സഞ്ജീവനി സംവിധാനത്തിലൂടെ അത് ലഭ്യമാക്കുകയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ആഴ്ചയിൽ 1 ബ്ലോക്ക് എന്ന നിലയിൽ ജില്ലയിലെ 16 ആരോഗ്യ ബ്ലോക്കുകളിലും ക്യാമ്പയിൻ നടത്തും. ഏപ്രിൽ 30 വരെയാണ് ക്യാമ്പയിൻ. തുടർന്ന് ഡോക്ടർമാരുടെ പരിചരണം ആവശ്യമുള്ളവർക്ക് നിലവിലുള്ള ഇ-സഞ്ജീവനി ടെലിമെഡിസിൻ സംവിധാനം മുഖേന സേവനം ലഭ്യമാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നൂതന പദ്ധതികൾ വിലയിരുത്തി അംഗീകാരം നൽകുന്ന വിദഗ്ധ സമിതി യോഗം ചേർന്നു. പ്രാദേശിക വികസന പ്രത്യേകതകൾ വിശകലനം ചെയ്ത് സമിതി 23 പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ജില്ലാ പഞ്ചായത്തിൻ്റെ 10 പദ്ധതികൾ, പത്തനാപുരം, അഞ്ചൽ, ചിറ്റുമല, ഇത്തിക്കര ബ്ലോക്ക് തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. 12 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നായി 23 പദ്ധതികളാണ് അംഗീകാരത്തിനായി സമിതിക്ക് മുന്നിൽ എത്തിയത്. വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം, സ്വയം തൊഴിൽ, ക്യാൻസർ രോഗികളുടെ പരിചരണം, വയോജനക്ഷേമം, ലഹരി വിരുദ്ധ കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അവലോകന യോഗമായ ദിശയുടെ 2ാം പാത യോഗം NK പ്രേമചന്ദ്രൻ MPയുടെ അധ്യക്ഷതയിൽ ചേർന്നു. കൊല്ലം തേനി ദേശീയപാത 183ന്റെ വികസനത്തിനുള്ള അലൈൻമെന്റ് യോഗത്തിൽ സ്ഥിരീകരിച്ചു. നിലവിലെ ദേശീയപാത വീതി കൂട്ടി 4 വരി പാതയാക്കാനാണ് നിർദ്ദേശം. ഗ്രീൻഫീൽഡ് ബൈപ്പാസ് ഒഴിവാക്കിയാണ് പാതയുടെ വികസനം. സമയബന്ധിതമായി ഭരണ നടപടികളും ഭൂമി ഏറ്റെടുക്കലും പൂർത്തിയാക്കാനും പദ്ധതിയുടെ ഫണ്ട് ലഭ്യമാകുന്ന തരത്തിൽ നടപടികൾ ത്വരിതപ്പെടുത്താനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് MP നിർദ്ദേശം നൽകി. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിച്ചു. ഇളമ്പള്ളൂർ, നെടുമ്പന, തൃക്കോവിൽ വട്ടം, മയ്യനാട്, കൊറ്റങ്കര എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിജയികളായ കലാകായിക പ്രതിഭകളെ ഉൾപ്പെടുത്തിയായിരുന്നു ബ്ലോക്ക് തല കേരളോത്സവം. പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ ക്ലബ്ബുകൾക്കും സമ്മാനങ്ങൾ നൽകി. ദേശീയ ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് ഉപഭോക്തൃ അവകാശ ജാലകം എന്ന പേരിൽ ജില്ലാതല പരിപാടി നടത്തി. ഉപഭോക്താക്കൾക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ളതും നീതിപൂർവവുമായ നിർമ്മിത ബുദ്ധി എന്ന ഇത്തവണത്തെ ആപ്തവാക്യത്തെ അടിസ്ഥാനമാക്കി വിദഗ്ധർ ക്ലാസ് എടുത്തു. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നിന്നും അനുകൂല വിധി ലഭിച്ച ഉപഭോക്താക്കളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.